ഒന്ന് കൊരിന്ത്യർ ലേഖനം 11-17 ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. 1 കൊരിന്ത്യർ 11 കാതലായ അർത്ഥം: ആരാധനയ്ക്കായി സഭ ഒന്നിച്ചു കൂടുന്നത് വിശ്വാസികളുടെ ആത്മീയ വർധനവിനും ഐക്യത്തിനും വേണ്ടിയാണ്. എന്നാൽ സഭയിലെ കൂട്ടായ്മ സ്വാർത്ഥതയും ഭിന്നതയും നിറഞ്ഞതാകുമ്പോൾ ആ ഒത്തുചേരൽ നന്മയ്ക്ക് പകരം ആത്മീയ നാശത്തിനും ന്യായവിധിക്കും കാരണമായി തീരും എന്നതാണ് ഈ വാക്യത്തിന്റെ കാതലായ അർത്ഥം. പഴയ നിയമത്തിൽ ഹൃദയവിശുദ്ധി ഇല്ലാതെയും നീതിയില്ലാതെയും ജനം ദൈവം മുമ്പാകെ ഒന്നിച്ചു കൂടിയപ്പോൾ ദൈവം ആ യോഗങ്ങളെ വെറുത്തു തള്ളിയ സംഭവങ്ങൾ നിരവധിയാണ്. യെശയ്യാ പ്രവചന പുസ്തകം 1-13 വരെയുള്ള വാക്യങ്ങളിൽ വ്യർത്ഥമായ വഴിപാട് ഇനി കൊണ്ടുവരരുത്, നിങ്ങളുടെ സഭായോഗങ്ങൾ എനിക്ക് അസഹനീയമാകുന്നു, നിങ്ങളുടെ ഉത്സവങ്ങളെ എന്റെ ഉള്ളം വെറുക്കുന്നു, അവ എനിക്കൊരു ഭാരമായി തീർന്നിരിക്കുന്നു എന്ന് യഹോവയാം ദൈവം ഇസ്രായേലിനോട് അരുളിയതായി നാം കാണുന്നു. ആമോസ് പ്രവചന പുസ്തകം 5-21 ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ വെറുത്തു ഛർദ്ദിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. ഭിന്നതയോടും കാപട്യത്തോടും കൂടിയുള്ള ആരാധനാ യോഗങ്ങൾ ദൈവകോപത്തിനാണ് ഇടയാക്കുന്നത് എന്നതിന്റെ വ്യക്തമായ പഴയ നിയമ മുന്നറിയിപ്പാണ് ആമോസ് പ്രവാചകനിലൂടെ നാം വായിച്ചു കേട്ടത്. കർത്താവായ യേശുവും ആരാധനയ്ക്കായി ബലിപീഠത്തിൽ വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഓർത്താൽ വഴിപാട് അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനുമായി നിരപ്പാകണം എന്ന് കർശനമായി മത്തായി സുവിശേഷം 5-23-24 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിച്ചു. യോഹന്നാൻ സുവിശേഷം 13-35 യേശു പ്രകാരം പറഞ്ഞു: തങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിലേ തങ്ങൾ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരെന്ന് ലോകം അറിയുകയുള്ളൂ എന്ന് യേശു വ്യക്തമാക്കി. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ ഇപ്രകാരം ഉദ്ധരിക്കുവാൻ കാരണം, 11-2 ചില കാര്യങ്ങൾ അവരെ പ്രശംസിച്ച പൗലോസ് കർത്താവിന്റെ അത്താഴവുമായി ബന്ധപ്പെട്ട വിഷയം എടുത്തപ്പോൾ അവരെ ശക്തമായി ശാസിക്കുകയാണ്. കൊരിന്ത്യ സഭയിലെ ധനികർ നേരത്തെ വന്ന് ഭക്ഷണം കഴിച്ച് കുടിച്ച് ഉല്ലസിക്കുകയും ദരിദ്രരായ സഹോദരന്മാരെ പട്ടിണിയിലാക്കി അപമാനിക്കുകയും ചെയ്തു. ഈ ഭിന്നതയും സ്വാർത്ഥതയും കാരണം അവർ സഭയായി കൂടുന്നത് ദൈവകൃപയ്ക്ക് പകരം ദൈവകോപം സമ്പാദിക്കുന്നതായി മാറിയതിനാലാണ് വിശുദ്ധ പൗലോസ് ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്ന് കണിശമായി പറയുന്നത്. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. സഭയിൽ പോകുന്നത് കേവലം ഒരു ചടങ്ങല്ല, നാം ഒന്നിച്ചു കൂടുന്നത് നമ്മുടെയും സഹോദരങ്ങളുടെയും ആത്മീയ നന്മയ്ക്ക് ആയിരിക്കണം. 2. പക്ഷഭേദങ്ങളും വർഗ സാമ്പത്തിക വേർതിരിവുകളും വെച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകളും ആരാധനകളും ദൈവസന്നിധിയിൽ അപ്രിയമാണ്. 3. നാം കൂടി വരുന്നത് കൊണ്ട് സഭയ്ക്ക് ഗുണമോ അതോ നമ്മുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവർക്ക് ദോഷമാണോ വരുത്തുന്നത് എന്ന് എപ്പോഴും പരിശോധിക്കുക. ചുരുക്കത്തിൽ, സ്നേഹവും ഐക്യവും ഇല്ലാത്ത ആരാധനാ കൂട്ടായ്മകൾ ദൈവത്തിന് വെറുപ്പാണ്. നമ്മുടെ ഒത്തുചേരലുകൾ ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും കാരണമാകണം. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.